നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം കേട്ടോ. അല്ല അതേ സാധനം അത് പറയണല്ലോ, പ്രാഡോ അല്ലേ? ഓക്കെ, നല്ല അടിപൊളി ബ്ലാക്ക് കളർ. അതെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ബിഗ് സൈസ് വെഹിക്കിൾ ആണ്. ചൂടോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം. അതെ, 16 മോഡൽ 17 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർ. വണ്ടി നിലവിൽ എത്രയാണ് കിലോമീറ്റർ ഓടിയുള്ളത്? 70,000 കിലോമീറ്റർ. 2016 മോഡൽ വെഹിക്കിൾ, ലാസ്റ്റ് ആണ് 2016 ലാസ്റ്റ്. അപ്പൊ ഫോർച്യൂണർ ഈ ഒരു ഷേപ്പ് നിൽക്കുന്ന സമയത്തുള്ള വണ്ടി അല്ലേ? അതെ, ലാസ്റ്റ് വണ്ടി. ലാസ്റ്റ് വണ്ടി. ഓക്കെ, ഇതിന്റെ ഓണർഷിപ്പ്? ഇത് 2015 മോഡൽ വെഹിക്കിൾ ആണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ഓടി വെഹിക്കിൾ. 90,000 കിലോ. 2017 മോഡൽ 64,000 കിലോമീറ്റർ ഓടി വെഹിക്കിൾ ആണ്. 64,000 കിലോമീറ്റർ. ജെനുവിൻ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട്. വെഹിക്കിൾ ആണ്. സെറ്റ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. 150 ഓടിക്കണ്. 1,50,000 ഹിസ്റ്ററി പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ ആണ്. കമ്പനി സർവീസ്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു പ്രീമിയം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വണ്ടികളിൽ മാത്രമേ പ്രീമിയം ഉള്ളൂ, പ്രൈസിൽ പ്രീമിയം അല്ല. പക്ഷേ വണ്ടികളെല്ലാം പക്ക ഹൈ ക്വാളിറ്റി, മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത അടിപൊളി വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കി മക്കളെ, ഒരു പ്രീമിയം ഐറ്റം. ആള് മിനി ആണെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒരു ഐശ്വര്യം തന്നെയാണ്, കയ്യിലുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ 4 ആൾ നോക്കും ചെയ്യും. ഇതാ എൻ്റെ ഇടതുഭാഗത്ത് കിടക്കുന്ന ഈ 3 വാഹനങ്ങളും 3 സെഗ്മെൻ്റാണ്. തല്ലിക്കൊന്നാല് ചാവാത്ത എഞ്ചിനുള്ള വണ്ടികൾ. എത്ര കിലോമീറ്റർ ഓടിയാലും മൈലേജ്, പെർഫോമൻസ് കാര്യങ്ങൾ ഒരു കുറവും വരാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ. ഏത് സാധാരണക്കാരും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളാട്ടോ. ഇതാ ആ സൈഡിൽ ഒരാൾ ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് കാണിച്ചു തരാം. 2015 മോഡലാണ്. വെറും 90,000 കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അതും ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിന് വേറെ പ്രത്യേകത തന്നെ കേട്ടോ. അപ്പോൾ ഈ വാഹനങ്ങളുടെ എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം കണ്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സെഹൽ ബ്രോ ആണ്. ബ്രോ, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. ഒന്ന് ചുള്ളരായിണ്ടല്ലോ, ഷാറാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ വീട് നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഈ വീട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന പ്രദേശത്താണ്. അതായത് വള്ളിക്കാഞ്ഞിരം എന്ന് പറയും. വള്ളിക്കാഞ്ഞിരം. ഇനിയിപ്പോൾ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. വേണമെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് ധൈര്യത്തിൽ വണ്ടികൾ കൊടുക്കാം, കാരണം ഫുൾ അതർ സ്റ്റേറ്റ് വണ്ടികളാണല്ലോ, എന്ത് വിശ്വാസത്തിൽ കൊടുക്കാം. അതായത് ഈ എല്ലാ വെഹിക്കിൾസും പ്രോപ്പർ കമ്പനി സർവീസുള്ള വെഹിക്കിളാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ, അതായത് കമ്പനി ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഷോറൂമിലും നിങ്ങൾക്ക് കൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗ്യാരണ്ടീഡ് ആ വെഹിക്കിൾ. ഓക്കെ, എല്ലാ വണ്ടി പക്ക ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ടയോട്ട ആണെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോകാം, BM ആണെങ്കിൽ ഒക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് വണ്ടി തരാൻ സാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇതാ ഒരു തവളക്കണ്ണ ഇവിടെ കിടക്കണ്ടല്ലോ. ആരും ഒന്ന് വീട്ടിന്റെ കാർ പോർച്ചിൽ കൊണ്ടുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി. മാത്രമല്ല ഇത് റോഡിലൂടെ പോകുമ്പോൾ 4 പേര് നോക്കുകയും ചെയ്യും. അത്രയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര മോഡല്? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർ. വണ്ടി നിലവിൽ എത്രയാണ് കിലോമീറ്റർ ഓടിയുള്ളത്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണ്. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ്? ഇല്ല, ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഡീസൽ ആണോ? അതെ, ഡീസൽ വേരിയന്റ് ആണ്. കൂപ്പർ ഡി എന്ന് പറയും. കൂപ്പർ ഡി ഡീസൽ വേരിയന്റ് ആണ്. അപ്പൊ മൈലേജ് എത്ര കിട്ടും? മൈലേജ് 15, ഏകദേശം 15 പ്ലസ് ഒക്കെ കിട്ടും. 15-ന് മുകളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കുക. ഡുവൽ ടോൺ കളറിൽ വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുമല്ല വൈറ്റ് കളറുമാണ്. ഇപ്പൊ ഇതിന്റെ ടയർ ഏകദേശം എത്ര %? 80% മുകളിൽ വരുന്നുണ്ട്. മിഷലിന്റെ ടയേഴ്സ് ആണ് ഒക്കെ. 4 മിഷലിന്റെ ടയറാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ക പ്രീമിയം സ്പോർട്ടി ടൈപ്പ് ഇന്റീരിയർ. ഫുൾ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. എല്ലാ ഭാഗമാണെങ്കിലും ഡുവൽ സൺറൂഫ് വരുന്ന വണ്ടി. സീറ്റ് കാര്യങ്ങളായാലും ഒരു പ്രോപ്പർ കമ്പനി വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെക്കുക. പ്രീവിയസ് കസ്റ്റമേഴ്സ് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. ലെതർ സൈഡ് ആവട്ടെ, സ്വിച്ചസ് ആവട്ടെ, കാര്യങ്ങളാവട്ടെ, ഒന്നും കാര്യങ്ങളൊന്നും വരാത്ത സംഭവിച്ചിട്ടില്ല. പക്ക കാര്യത്തിൽ മെയിൻറ്റെയിൻസ്ഡ് വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാനുള്ളത് ഇന്ത്യയുടെ പ്രൈസ് ആണ്. ആ ഓഫർ പ്രൈസ് ആണ് പൊട്ടിച്ചോ. 20 lakhs ആണ് നമ്മളിപ്പോ ആസ്ക് ചെയ്യുന്ന പ്രൈസിങ്. അത് നമുക്ക് ഡയറക്റ്റ് വന്ന് കഴിഞ്ഞാൽ നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കില്ല. പിന്നെ അത് മാത്രമല്ല, ലോൺ ചെയ്യണമെങ്കിൽ കേരളത്തിലേക്ക് നമ്പർ അതിന് ശേഷം നടക്കുള്ളൂ. വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യും. ഒഡീഷ രജിസ്ട്രേഷൻ ആണ്. അതും 2797 അവിടെ ഫാൻസി നമ്പറിൽ ഉപയോഗിച്ച വണ്ടി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കുമ്പോൾ ഫാൻസി നമ്പർ എടുക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്ന വണ്ടിയാണ് Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. അതും സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഡീറ്റെയിൽ എങ്ങനെയാണ്? വെസ്റ്റ് ബംഗാൾ വെഹിക്കിൾ ആണ്. Z ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. 150 ഓടിക്കണ്.
1,50,000 ഉണ്ടോ? ഹിസ്റ്ററി ആയിരിക്കല്ല, പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ ആണ്. കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അത് മാത്രമല്ല ഇതിന്റെ ഓണർഷിപ്പ് അതുപോലെ തന്നെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. 2016 മോഡൽ വെഹിക്കിൾ. 16 മോഡൽ. ടയർസ് എത്ര ശതമാനം? ഒരു 80-70 ഏകദേശം 80% ടയറും കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസിന് ഒരു ചേഞ്ച് വരും. അത് മാത്രമല്ല ഒരുപാട് കമ്പനി ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ടച്ച് സ്ക്രീന്, ഡുവൽ എയർ ബാഗ്, 7 സീറ്റർ വാഹനം. പോരാത്തിന് നല്ല അടിപൊളി സീറ്റോറും ചെയ്തിട്ടുണ്ട്. ഇതും നല്ല വെൽ മെയിൻറ്റൈൻ വെഹിക്കിൾ ആണ്. വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് ഒന്നുമില്ല, ഗ്യാരണ്ടിയിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ. അത്രയും നമ്മൾ വിശ്വസ്തയോടെ കൂടെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഈ വെഹിക്കിൾ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസിങ് പറഞ്ഞാൽ 14,300,000 14,300,000 കൊടുക്കാം. എന്തെങ്കിലും കുറഞ്ഞു കിട്ടും. ഇപ്പൊ നേരിട്ട് വന്നാൽ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് വരും. ഇപ്പൊ ഈ പറഞ്ഞ പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ് അല്ലേ? ലോൺ ആവണമെങ്കിൽ ഏകദേശം നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ ആവും. അത് മാത്രമല്ല നമ്പർ ആവാൻ ഏകദേശം എത്ര പ്രൈസ് വരും? ഇത് 2 lakhs അതിൻ്റെ ഉള്ളിലല്ലേ? പിന്നെ ഓരോ ആർട്ടിക്ക് അനുസരിച്ച് മാറാനും സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ടൊയോട്ടൻ്റെ വാഹനം തന്നെ പരിചയപ്പെടാം. മെയിൻ്റെനൻസ് കുറഞ്ഞ മൈലേജ് ഉള്ള അടിപൊളി മോഡൽ കൂടിയ കൊറോള അൾട്ടീസ് അല്ലേ? ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. അതും നല്ല ഗോൾഡൻ കളർ. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് റീ രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വെഹിക്കിൾ ആണ്. 2017 മോഡൽ 64,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ ആണ്. 64,000 കിലോമീറ്റർ. ജെനുവിൻ ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. മൊത്തം ബോഡി ഭാഗങ്ങൾ വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ബോഡി ഭാഗങ്ങൾ ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും നമ്മൾ വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ഒരു 70-80 ഭാഗത്ത് തന്നെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനം തന്നെയാണ് അല്ലേ? ഓക്കെ. നമുക്ക് ധൈര്യത്തോട് കൂടി കൊടുക്കാം നമ്മൾ പ്രേക്ഷകർക്ക്. ഓപ്ഷൻ ജി ഓപ്ഷൻ അല്ലേ? ജി ഓപ്ഷൻ ഡീസലാണ്. ഒരു 20 ആ റേഞ്ചിലും പ്രതീക്ഷിച്ചൂടെ? അൾട്ടീസിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. നല്ല മൈലേജ് തീർച്ചയായിട്ടും. വണ്ടിയുടെ വണ്ടി പറയേണ്ട ആവശ്യമില്ല, ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഓക്കെ. നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി അട്രാക്റ്റീവ് ഇന്റീരിയർ, ഡുവൽ എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ, ക്ലൈമറ്റ് AC, അടിപൊളി സീറ്റ് കവർ എല്ലാം വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. പ്രൈസ് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 10 രൂപ കൈമ കിട്ടിയാലും നമുക്ക് കൊടുക്കാം. 10.5 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? 1 lakh ഡൗൺ പേയ്മെന്റ്. 1 ലക്ഷം റുപ്യന്റെ ഇറക്കാം. 1 റുപ്യന്റെ ഇറക്കാം. കേരള നമ്പർ ആയ വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇനി ഒരു രാജാവിനെ തന്നെ പരിചയപ്പെടാം. അതും ഓട്ടോമാറ്റിക് ഫോർച്യൂണർ. മോഡൽ എത്രയാണ്? ഇത് 2016 മോഡൽ വെഹിക്കിൾ. ലാസ്റ്റ് 2016 ലാസ്റ്റ്. അപ്പൊ ഫോർച്യൂണർ ഈ ഒരു ഷേപ്പ് നിൽക്കുന്ന സമയത്തുള്ള വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി. ഓക്കെ. ഇതിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർ. ഇത് 1,50,000 കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ. പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിൾ. ഹിസ്റ്ററിയുള്ള വണ്ടി. നല്ല കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ടയർ എത്ര ശതമാനം ഉണ്ട്? ഒരു 80-90. ഇത് കുറച്ച് വലിയ ടയറാണ്. അപ്സൈസ് ചെയ്ത ടയറാണ് അല്ലേ? ഓക്കെ. 2016 സെക്കൻഡ് ഓണർ, സർവീസ് ഹിസ്റ്ററി ഉള്ള 2 വീൽ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ. ഈ വാഹനത്തിന് മൈലേജ് എത്ര കിട്ടും? ഒരു 12 അത്ര പ്രതീക്ഷ പോലെ. ഓട്ടോമാറ്റിക് ആണ്. 12-10 പ്രതീക്ഷ മതി. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് മേജർ ആയിട്ട് എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, നല്ല അടിപൊളി സീറ്റ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തതാണ് അല്ലേ? ഡുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC, റൂഫ് AC എല്ലാം പക്ക വർക്കിംഗ് അല്ലേ? പക്ക വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ. ഇപ്പൊ എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ഒരു 14,300 കിട്ടിയ ഇത് നമുക്ക് കൊടുക്കാം. 14,300 കിട്ടിയാൽ കൊടുക്കാം. ഇതിന് ഏകദേശം നമ്പർ ആവാൻ ഒരു 3 റുപ്യ ആ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ നമുക്ക് നമ്പർ ആക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതിൽ കഴിഞ്ഞാൽ ലോണും ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ഓക്കെ. 16 മോഡലാണ്. ആരും മറക്കണ്ട. 16 കിട്ടാൻ വളരെ പാടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബ്ലാക്ക് ബ്യൂട്ടി. ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. ബ്ലാക്ക് കളറും കൂടി ആകുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ 4 ആൾ നോക്കുകയും ചെയ്യും കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറും ആണ്. തീർച്ചയായിട്ടും പോകുമ്പോൾ നല്ല വൃത്തി കാണാൻ പറ്റുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും. ഇതിന്റെ മോഡൽ എത്രയാണ്? ഇത് 2015 മോഡൽ വെഹിക്കിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഒരു 90,000 കിലോമീറ്റർ ഓടി വെഹിക്കിൾ. 90,000 കിലോമീറ്റർ അല്ലേ? ടയർ എത്ര പെർസെന്റേജ് വരുന്നുണ്ട്? ടയറൊക്കെ ഏകദേശം 80%-90% അടുത്തൊക്കെ വരുന്നുണ്ട്. 90% അടുത്ത് ടയർസ് കാരണം വരുന്ന 520D ഡീസൽ ആയതുകൊണ്ട് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക്? അത്യാവശ്യം ഒരു 15-16 ആ റേഞ്ചിൽ മൈലേജും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം. മൊത്തത്തിൽ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ ഓവർ മെയിൻറ്റൈൻഡ് അല്ലാത്ത അത്യാവശ്യം നല്ല ലക്ഷറി വാഹനം കൂടിയാണ് കേട്ടോ.
അതുപോലെ തന്നെ റിയർ ആയാലും ഫ്രണ്ട് ഭാഗമായാലും എല്ലാ ഭാഗങ്ങളും പക്കാ നീറ്റാണ്. ഒരു സ്ക്രാച്ച് പോലും കാണാൻ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ജെന്യൂൻ ആയിട്ട് വർക്കിംഗ് ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും 15 ആകുമ്പോൾ ഈ 11, 12 വാഹനം ഈ മെക്കാനിക് പരമായിട്ട് കുറച്ച് ഇഷ്യൂസ് പൊതുവെ കണ്ടുവരുന്ന ഒരു വാഹനം. ഈ വെഹിക്കിൾ അങ്ങനത്തെ പ്രശ്നം. ഒരു 15 ആകുമ്പോൾ നമുക്ക് മോഡൽ കൂടുന്നതിനനുസരിച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. സൺറൂഫ് തുടങ്ങിയ എല്ലാ ഭാഗം പക്ക വർക്കിംഗ് അല്ലേ. ഇപ്പോൾ ഈ നമ്മൾ സ്വിച്ചസ് ആയാലും ഒക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത വാഹനം കൂടിയാണ് അല്ലേ. ഓക്കെ, പ്രൈസും കൂടെ പൊട്ടിച്ചോ? പ്രൈസ് നമ്മളിപ്പോൾ ചോദിക്കുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. 14,900 നമുക്ക് കൈമ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി 14,90,000 രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. പിന്നെ നമ്പർ ആക്കി കൊടുക്കുവാണെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ട് കണ്ടാലും വേണമെങ്കിൽ നമുക്ക് നമ്പർ ആക്കി ചെയ്യാം കേട്ടോ. അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന നല്ല ബ്ലാക്ക് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം കേട്ടോ. അല്ല, അതേതാ സാധനം അത് പറയണല്ലോ. പ്രാഡോ അല്ലേ? ഓക്കെ, നല്ല അടിപൊളി ബ്ലാക്ക് കളർ. അതെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ബിഗ് സൈസ് വെഹിക്കിൾ ആണ്. ചൂടോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം. അതെ, നിർത്തി. ഓക്കെ, MH രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2012 മോഡൽ വെഹിക്കിൾ ആണ്. 12 മോഡൽ. അതെ, 2012 മോഡൽ 140 ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ, ടയറൊക്കെ ഏകദേശം ഒരു 80% മുകളിൽ വരുന്നുണ്ട്. ഇതിപ്പോ ചൂടോടെ വന്ന് നിർത്തിയിട്ടുള്ളൂ. അപ്പൊ ചൂടോടെ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. MH രജിസ്ട്രേഷൻ അല്ലേ? NOC നമുക്ക് കൊടുത്തൂടെ വണ്ടി? കൊടുക്കാം. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? 140 സംതിങ് ഓടി. കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ, നല്ല ബ്ലാക്ക് സർവീസ് ഒക്കെ അവൈലബിൾ. ഓക്കെ, പ്രാഡ് അധികം വൈറ്റ് കളറാണ് കാണാറുള്ളത്. ഇതൊരു ബ്ലാക്ക് കളർ വണ്ടി. ഇപ്പൊ വന്ന് നിർത്തിയൊരു കണ്ടീഷൻ. ഓക്കെ, പുറകുവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവിടെ നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാ? അതെ, ഓടിച്ചു വന്ന വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ലക്ഷറി വാഹനം അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് കൂടി ഒന്ന് കേൾക്കാമല്ലോ. സൺറൂഫ് അടക്കമുള്ള വണ്ടിക്ക്. അതെ, ഇത് ഒരു 28 ലക്ഷം റുപ്യ നമുക്ക് തന്നു കഴിഞ്ഞാൽ 28 റുപ്യ കൊടുത്ത്. അതെ, 12 മോഡൽ. അതെ, ഓക്കെ, നമുക്ക് ചെറുതായി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റും. അതിനും കുറച്ച് കൊടുക്കാം. അപ്പൊ ആവശ്യക്കാർ വന്നാൽ നമുക്ക് ഈ ഒരു മുതലിന് നമുക്ക് ചെറിയൊരു പ്രൈസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ലക്ഷറി എപ്പിസോഡ് ഇവിടെ വെച്ച് അതിൻ്റെ പിയാണ്. ഇനി ഓഫർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതിപ്പെടേണ്ട. കാരണം എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം മുട്ടിച്ച പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാളെ. ഇത് മലപ്പുറം ജില്ലയിൽ തിരുവരണ സ്ഥലത്താണ്. മലപ്പുറം എന്ന് പറയും. ഓക്കെ, നമ്മൾ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ അടി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വണ്ടിൻ്റെ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഈ കിടക്കുന്ന വാഹനങ്ങൾ മാത്രമല്ല ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. അത് ഓഫർ പ്രൈസിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചു അതിൻ്റെ പിയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തോളി. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡ് എവിടുന്നേലും തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.